സാധാരണ കൂടുതലായും ബി പോസിറ്റീവിൽ കലാകാരന്മാരൊക്കെയാണ് അതിഥികളായി വരാറുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് തികച്ചും വ്യത്യസ്തനായൊരു അതിഥിയാണ് മുഹമ്മദ് റാഫി. അദ്ദേഹം NLP ട്രെയിനർ ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. എന്താണ് ഈ NLP എന്നൊക്കെയുള്ളത് നമുക്കിപ്പോൾ വിശദമായിട്ട് അറിയാം. സ്വാഗതം ചെയ്യാം ശ്രീ മുഹമ്മദ് റാഫിയെ. നമസ്കാരം. അതെ, ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു NLP ട്രെയിനറും ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സ്പെഷ്യലിസ്റ്റും ഒക്കെയാണെന്ന്. അപ്പോൾ എന്താണ് ഈ NLP എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ വാച കർമ്മണ, ഇത്രേ ഉള്ളൂ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാഷ, അത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിനെ നയിക്കുന്നു എന്നുള്ളതിന് ആണ് ഞാൻ ട്രെയിനിങ് ചെയ്യുന്നത് ആളുകൾക്ക്. ഓക്കെ, അപ്പം നല്ല ചിന്തയും നല്ല വാക്കും നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുമല്ലേ? സഹായിക്കും. അപ്പൊ ഒരു സുഹൃത്ത് ഒരു സഹായി. തീർച്ചയായും. അപ്പം നമുക്ക് കൂടുതലും ഈ ഇന്ന് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പം നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റുകൾ, അതിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഇമോഷനെ എങ്ങനെ മാനേജ് ചെയ്യാം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് റാഫി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുന്നു, ഏകദേശം ശരിക്കും ഇപ്പോൾ മനസ്സിലായി. അപ്പം എന്തൊക്കെ തരം ട്രെയിനിങ് ആണ് കൊടുക്കാറുള്ളത്? ഒന്ന്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് അവരുടെ ഇമോഷൻസ്, അതായത് വികാരങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ദേഷ്യം ഒരുപാട് വരുന്നു, സങ്കടം വരുന്നു. അന്നപൂർണ്ണയ്ക്ക് ഒരു പൊടി ഉണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം നമ്മൾ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. മനസ്സും ശരീരവും നമ്മുടെ ഒരേ സിസ്റ്റത്തിൻ്റെ രണ്ട് ഘടകങ്ങളാണ്. മൈൻഡ് ആൻഡ് ബോഡി ആർ പാർട്സ് ഓഫ് സെയിം സിസ്റ്റം എന്ന് നമ്മൾ പറയും. നമ്മുടെ ശരീരത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും അതിനനുസൃതമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഉദാഹരണം, ഒരിക്കലും നമുക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ദേഷ്യപ്പെടാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിലും ശ്രമിച്ചു നോക്കാം. നിങ്ങളുടെ വീഡിയോകളിൽ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം. ദേഷ്യം വരുമ്പോൾ ഒരു പെണ്ണെടുത്ത് നിങ്ങൾ ഈ രണ്ട് വായുടെ ഈ ചുണ്ടുകളുടെ ഇടയ്ക്കൊന്ന് വെച്ച് നോക്കും, എന്നിട്ട് ദേഷ്യപ്പെടാൻ നോക്കും. സാധിക്കില്ല. കാരണം നിങ്ങളുടെ ശരീരഭാഷ മാറിക്കഴിഞ്ഞു. നിങ്ങൾ ദേഷ്യം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രത്യേകതരമായ ശരീരഭാഷയിൽ ഇരുന്നാൽ മാത്രമേ, ശരീരഘടനയിൽ ഇരുന്നാൽ മാത്രമേ ദേഷ്യം വരാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ആളുകളെ പരിശീലിപ്പിക്കുന്നത്. എങ്ങനെ നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ സങ്കടം കൺട്രോൾ ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. പിന്നീട് നമ്മൾ ചെയ്യുന്നൊരു മേഖല എന്ന് പറയുന്നത്, കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഭയം, എല്ലാത്തിനോടും ഭയം, തീരുമാനങ്ങൾ എടുക്കാൻ ഭയം, പരീക്ഷയെ ഭയം, ഒന്ന് റോഡ് കടക്കണമെങ്കിൽ ഭയം, പാറ്റയെ ഭയം, പല്ലിയെ ഭയം, പട്ടിയെ ഭയം, ഇരുട്ടിനെ ഭയം, എല്ലാത്തിനെയും ഭയം. എങ്ങനെ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഈ പരിശീലന പരിപാടിയിലൂടെ ഭയത്തിനെ എങ്ങനെ മാറ്റാം, അതുപോലെ തന്നെ ആളുകളെ പരിശീലിപ്പിക്കുന്നുമുണ്ട്. അല്ല, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഭയം അതൊരു പ്രശ്നമാണോ? ഇപ്പം നമുക്കിപ്പോൾ പട്ടിയെ ഭയം എന്ന് പറയുന്നു, അല്ലെങ്കിൽ പാറ്റയെ ഭയം എന്നൊക്കെ പറയുന്നു, അത് അങ്ങനത്തെ നമ്മളങ്ങനെ ഒരു അഡ്രസ് ചെയ്യേണ്ട ഒരു മേജർ ഒരു വിഷയമാണോ? അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടൊരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ലേഡി പോവുകയുണ്ടായി. അത് അവർ US-ലാണ് പോയത്. അപ്പോൾ അവരുടെ മേശപ്പുറത്ത് 2 പാറ്റ വന്നു. ഇവർ ഈ പാറ്റയെ കണ്ട് വളരെ ഉച്ചത്തിൽ നിലവിളിക്കുകയും ആ റെസ്റ്റോറൻറ്റിലുള്ള ആളുകളെല്ലാം നിലവിളിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഒരു പാറ്റ ഉണ്ടാക്കുന്ന ഒരു ചലനം എന്ന് പറയുന്നത്, ഒരു പാറ്റയോട് നമുക്കുണ്ടാകുന്ന ഒരു ഭയം എന്നുള്ളത് ഒരു പബ്ലിക്കിൽ തന്നെ ഒരു ന്യൂസൻസായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഇല്ല, ഭാര്യ ബാത്റൂമിൽ കയറുന്നു, ഒരു പാറ്റയെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് പേടിയും, പാനിക് അറ്റാക്ക് ഉണ്ടാവും, ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ല, പക്ഷെ എന്നാലും ഈ പാറ്റ ഇങ്ങനെ പറന്നു വരുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പാറ്റ പേടിയെന്നല്ല, ഞാൻ നിലവിളിക്കാൻ നമുക്ക് വല്ലാത്തൊരു ഈ സംഭവം ഇപ്പൊ ഇങ്ങനെ വരാന്ന് വിചാരിച്ചു. ഇങ്ങനെ ആ വരുന്ന ഒരു ഉണ്ടാവുമ്പോ ഒരു ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് നമ്മളുടെ ഇന്റലിജൻസ് ആണ്, അത് വേറൊരു കാര്യം. അതൊക്കെ പാറ്റ വരുന്നു, അല്ലെങ്കിൽ ഒരു നമ്മളെ കടന്തൽ കുത്താൻ വരുമ്പോൾ നമ്മൾ കടന്തലിനോട് പേടിയില്ല, കുത്തു എന്നാലും പറയില്ല. കടന്തല എനിക്ക് പേടിയില്ല കുത്തു എന്ന് പറയില്ല. അപ്പം അത് നമ്മൾ ആക്ച്വലി നോക്കേണ്ട ഒരു കാര്യമാണ്. മറ്റേ ഹരിഹരനൊക്കെ പറഞ്ഞാൽ ആന കുത്താൻ വന്ന എന്ത് ചെയ്യും? ആന കുത്താൻ വന്ന ഓടും. അതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തൊന്നും ഇനി മാറണം. അപ്പൊ നമ്മള് പറഞ്ഞു, ഇപ്പം ഈ ആങ്കർ മാനേജ്മെന്റ് ഒക്കെ ഒരു വിഷയമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഭയം, പലതരത്തിലുള്ള ഭയങ്ങൾ, കുട്ടികൾക്കുള്ള ഭയങ്ങൾ, അതുപോലെ തന്നെ ഇനിയിപ്പോ ബന്ധങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയും പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനും എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നൊരു ഘടന, നമ്മളുടെ ചിന്താഗതിയാണ് ശരി, എൻ്റെ ചിന്താഗതിയാണ് ശരി എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. നമ്മൾ മറ്റൊരാളുടെ ചിന്താഗതി എന്താണെന്ന് കേൾക്കാനും അതുകൂടി ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമായി കഴിഞ്ഞു. 2, സഹാനുഭൂതി, ക്ഷമ എന്നുള്ളത് ഇന്നത്തെ കാലത്ത്
നല്ലൊരു വിഭാഗത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്ന് വേണം പറയപ്പെടാൻ. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ സ്ഥിരതയില്ല. മനുഷ്യൻ എന്തിനു വേണ്ടിയുള്ള പരക്കപ്പാച്ചിലാണ്, എന്തോ നേടാൻ വേണ്ടിയുള്ള പരക്കപ്പാച്ചിലാണ്. ഒരിക്കൽ ബുദ്ധനോട് ഒരാൾ ചെന്ന് പറയുകയുണ്ടായി, എനിക്ക് ശാന്തിയില്ല, സമാധാനമില്ല, ഐ വോണ്ട് പീസ്, എനിക്ക് ശാന്തി വേണം. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഡ്രോപ്പ് ദ ഐ ആൻഡ് ദ വോണ്ട്. ഐ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈഗോ ആണ്. വോണ്ട് എന്ന് പറയുന്നതിൽ അളവിന് അപ്പുറമുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ. നിങ്ങളുടെ ഈഗോയും നിങ്ങളുടെ അളവിന് പുറത്തുള്ള ആഗ്രഹങ്ങളും നിങ്ങൾ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതം സസന്തോഷം, സംതൃപ്തി. നമ്മുടെ ഷോന് പറ്റിയ ഗസ്റ്റ് തന്നെയാണ്. ബി പോസിറ്റീവ്. വളരെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ് രാവിലെ പ്രേക്ഷകരെ പകർന്നു കൊടുക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ബുദ്ധനെ കോട്ട് ചെയ്തു, വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് പറഞ്ഞു, ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ സ്നേഹം, സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗാന്ധിജിയും ഓർമ്മ വരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മുടെ ഈ ക്ഷമ, സഹാനുഭൂതിക്കൊക്കെ ഇന്നത്തെ ഒരു കാലത്തുള്ള ഒരു പ്രാധാന്യം, അതിനെക്കുറിച്ചൊരു സംശയമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഹിംസ ഗാന്ധിയുടെ പീരീഡിൽ ഒരു പക്ഷേ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇന്നിപ്പം അതേ നിരാഹാരം തന്നെ വർഷങ്ങളായി പീറവും ശർമ്മള കിടന്നിട്ട് മൈൻഡ് ചെയ്യുന്ന കൂടിയില്ല. നമ്മുടെ ഒരു MP ഇപ്പോൾ ഇടുക്കിയിൽ നിരാഹാരം കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടും അതിനൊരു എഫക്റ്റ് വന്നിട്ടില്ല. അപ്പം അന്നത്തെ കാലത്തുള്ള ഇവർ പറയുന്ന പല പ്രിൻസിപ്പിൾസും നമ്മളിപ്പം അഹിംസയിലൂടെ കാര്യങ്ങളെ നേരിടുക, ശാന്തിയായിട്ട് സമാധാനമായിട്ട് നമ്മളിപ്പോൾ ചിരിച്ചുകൊണ്ട് നേരിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതിനുള്ള ഒരു പ്രാധാന്യം വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. വളരെ മനോഹരമായ ചോദ്യം. ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ ലൈഫിൽ ഒരു ബാലൻസ് വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സംഗീത ഉപകരണം എടുക്കുക, ഒരു ഗിത്താർ അല്ലെങ്കിൽ ഒരു വീണ. നിങ്ങൾ ഗിത്താറിൻ്റെ ടൈറ്റ് സ്ട്രിങ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തിട്ട് സംഗീതം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പൊട്ടും. മുഴുവനെ അഴിച്ചു വിട്ടു. എന്നിട്ട് നിങ്ങൾ സംഗീതം പ്ലേ ചെയ്ത് നോക്കൂ, ശബ്ദം കേൾക്കില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലായിട്ടൊരു ഭാഗമുണ്ട്. അതാണ് നമ്മൾ അനുവർത്തിച്ച് പോകേണ്ടത്. ബാലൻസ് എന്ന് പറയും. ഉപ്പ് അല്പം കൂടിയാലോ ഉപ്പ് അല്പം കുറഞ്ഞാലോ കറി ശരിയാവില്ല. അതിന് കൃത്യമായ ഒരു അളവ് എല്ലാത്തിനും. അപ്പോൾ ദേഷ്യമാണെങ്കിലും അഹിംസയാണെങ്കിലും ഇതിനെല്ലാത്തിനും ഒരു കൃത്യമായ അളവ് വേണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം, എൻ്റെ കാഴ്ചപ്പാട്. ഈ കാലഘട്ടത്തിലെ മനുഷ്യന് സർവൈവ് ചെയ്തു പോകാൻ, നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരു മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മ കുട്ടി എന്നുള്ളതാണ് ഒരു പൊതുവെ കാണുന്ന ഒരു ഫാമിലി സെറ്റ്. പക്ഷെ അതൊന്ന് മാറിയിട്ട് ഇപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജോലിയുടെ ആവശ്യങ്ങൾ കൊണ്ടൊക്കെ കുട്ടികളാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും ഒക്കെ തനിച്ച് താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു ക്വാളിറ്റി ടൈമിൻ്റെ പ്രശ്നങ്ങൾ വളരെ വലുതായിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് എന്താണ് പ്രേക്ഷകരോട്? വളരെ അത്യന്താപേക്ഷിതമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾക്ക് സമയം മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് പകരം വെക്കാൻ വേറൊന്നും ആവില്ല. അത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം, അയാൾക്ക് വേണ്ടി വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നാൽ ഒരു അച്ഛനമ്മയാണോ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു ഭാര്യയായോ ഭർത്താവാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സുഹൃത്തുക്കളാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ബന്ധങ്ങൾക്ക് സമയം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അന്നപൂർണ ഒരു ദീർഘശ്വാസം വിടുകയുണ്ടായി. അപ്പോൾ അത് തന്നെ അന്നപൂർണ ആർക്കോ സമയം കൊടുക്കണം അല്ലെങ്കിൽ കൃത്യമായി കൊടുക്കുന്നില്ല എന്ന് ഉള്ളിൽ നിന്ന് വന്നതിൻ്റെ ഒരു ദീർഘശ്വാസമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അല്ലല്ല, ഒരുപാട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയായിട്ട് പറ്റുമ്പോഴൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ കൊണ്ട് മാറി താമസിക്കേണ്ടി വരാറുണ്ട്. എന്നിരുന്നാൽ പോലും സമയം കണ്ടെത്താറുണ്ട്. അപ്പോൾ തീർച്ചയായും. പക്ഷെ നമ്മളിപ്പം ഇന്നത്തെ ഒരു അവസരത്തിൽ ഇപ്പോൾ ഇതിന് ഉള്ളൊരു നമ്മളിപ്പം പൊതുവെ പറയാന്നുണ്ടെങ്കിൽ അതിനൊരു അളവായിട്ട് വയ്ക്കാൻ പറ്റുമോ? ഇപ്പം ഇത്ര വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വേണമെങ്കിൽ പറ്റും. പിന്നെ നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ ചോദിക്കണം. ഇപ്പോൾ ഞാൻ ഇത്രയും സമയം ഞാൻ ഈ ട്രെയിനിങ്സിന് വേണ്ടി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. കേരളത്തിലുടനീളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, ബോംബെ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാനൊരു മാസത്തിൽ 5 തൊട്ട് 9 ദിവസം വരെ മാറ്റി വയ്ക്കാറുണ്ട്. ആ 5 ദിവസം വേറെ ഒരു പരിപാടിയില്ല. എൻ്റെ വൈഫിൻ്റെയും കുട്ടിയുടെയും കൂടെ, ഇല്ല എൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും കൂടെ. ആ ദിവസങ്ങളിൽ ഞാൻ പൂർണ്ണമായി അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ബാക്കിയുള്ള ദിവസം ജോലി എടുത്താൽ മതി.
30 ദിവസം ഉണ്ടാക്കിയിട്ട് അലക്സാണ്ടർ ചക്രവർത്തി എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞത്, ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ 2 കൈകളും പുറത്തിടൂ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ ജീവിതത്തിന് ആവശ്യമായ സാധനങ്ങൾ വേണം. സമ്പത്ത് വേണം, പണം വേണം, വളരെ അത്യാവശ്യമാണ്. നമ്മൾക്കൊരു വീട് വേണം, ചെറിയൊരു വാഹനം വേണം. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നെസസിറ്റിയാണ്, ആവശ്യമുള്ള കാര്യം. എന്നാൽ ഇതൊരു അളവ് കവിഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ കുടുംബത്തിനും മറ്റൊന്നിനും സമയം കാണാൻ പറ്റാതെ വരുന്നത്. അതിനൊരു ബാലൻസ് ഉണ്ടെങ്കിൽ വളരെ നന്നായി. ഓക്കെ, ഇനി കുടുംബത്തിൽ തന്നെ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം അച്ഛനും അമ്മയും മക്കളെ ദേഷ്യപ്പെടാറുണ്ട്, ശാസിക്കാറുണ്ട്, സ്നേഹിക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്നേഹം അധികമായാലും പ്രശ്നമാണ്, ദേഷ്യം അധികമായാലും എന്ന് കരുതുന്നു. എനിക്കറിയില്ല, ഇനി കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും ഒരുപാട് സ്നേഹിച്ച് ലാളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കൾ വഷളായി പോകുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ദേഷ്യപ്പെട്ടാലും ഇതേ എഫക്റ്റ് തന്നെ അതിനകത്ത് ഉണ്ടാവും എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലിമിറ്റ് എന്താണ്? ഇപ്പം എത്രത്തോളം നമുക്ക് ദേഷ്യപ്പെടാം, എത്രത്തോളം അല്ലെങ്കിൽ സ്നേഹിക്കാം? അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റിനെ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല, സ്നേഹം പ്രകടിപ്പിക്കാം, അതായിരിക്കും കുറച്ചുകൂടെ റൈറ്റ്. നമ്മളെ NLP ട്രെയിനിങ്ങിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ ആശയവിനിമയം എത്രത്തോളം ശക്തമാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, മറ്റ് സൈഡിൽ നിന്ന്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന റെസ്പോൺസ്, പ്രതികരണം, ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എത്രത്തോളം ഇഫക്റ്റീവ് ആകുന്നു അല്ലെങ്കിൽ ഫലവത്താകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയോട് ഒരു അച്ഛൻ ദേഷ്യപ്പെടുന്നു, ആ കുട്ടിയിൽ നിന്ന് വരുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം എന്താണെന്ന് അച്ഛനും അമ്മയും നോക്കണം. കുട്ടിയോട് കൂടുതലായി ലാളിക്കുന്നു, ആ കുട്ടിയുടെ പ്രതികരണം ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്ത അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യം ശരിയായ മാർഗത്തിലല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഈ മറ്റൊരാളുടെ പ്രതികരണത്തിൽ നിന്നാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണോ എന്ന് നോക്കേണ്ടതും അതിനനുസരിച്ച് നമ്മളെ തന്നെ പരിമിതികൾ കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ എനിക്കതിൽ കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് പോകേണ്ടത്, ഇപ്പം നമ്മൾ നേരത്തെ ആങ്കർ മാനേജ്മെന്റ് സൂചിപ്പിച്ചു. എനിക്ക് വ്യക്തിപരമായി കൂടെ ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ചോദിക്കും. ഇപ്പോഴാകുമ്പോഴത്തേക്ക് നമുക്ക് കാര്യം നടന്നുമല്ലോ ഷോൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഈ ആങ്കർ മാനേജ്മെന്റിൽ നമ്മൾ ചിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോഴും നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ 24 hours ഒക്കെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നാൽ നമുക്ക് എന്തൊക്കെയാണെങ്കിലും നമുക്ക് കുറച്ച് ദേഷ്യമൊക്കെ വന്നിരിക്കും. അപ്പൊ ആ ഒരു ദേഷ്യത്തിന്റെ അളവ് നമ്മൾ എങ്ങനെയാണ് അറിയാം? ഇതൊക്കെ മെഷർ ചെയ്യാൻ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യാൻ ഫ്യൂസ് മ്യൂസ് എന്ന് പറഞ്ഞ US ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രെയിൻ വേവ്സിനെ നമുക്ക് മെഷർ ചെയ്യും. നമ്മുടെ തലച്ചോറിലെ വേവ്സിന് അനുസൃതമായിട്ട് നമ്മൾ ഏത് ഇമോഷനാണ് നമ്മൾ ഓരോ ദിവസത്തിലും ഓരോ നിമിഷത്തിലും നമ്മൾക്ക് ഉണ്ടാവുന്നതെന്ന് മെഷർ ചെയ്യാനുള്ള ഒരു ഉപകരണം US കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയും ഇന്ത്യയിലെ നമ്മുടെ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടാൻ വേണ്ടിയും ഞാൻ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലില്ല, മേടിക്കണം, താമസിയാതെ മേടിക്കും. തീർച്ചയായും. അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്നതാണ് ഇന്നത്തെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഇപ്പോൾ അതിപ്പോൾ ബർഗർ ആണെങ്കിലും പിസ്സ ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാന ഭക്ഷണം പൊറോട്ടയും ബീഫും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള കഴിക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് ഞാൻ വായിച്ചതാണ്, അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇപ്പോൾ ചിക്കനിലൊക്കെ ഒരുപാട് ഇതിനെ ഹോർമോൺ കുത്തിവെച്ചൊക്കെയാണ് വലുതാക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലും ഇത് ചെല്ലുന്നുണ്ട്, അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്നുണ്ട്, നമ്മൾ ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്നൊക്കെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ഒക്കെ. അപ്പം അത് എത്രത്തോളം ശരിയാണത്? അതൊരു ഏറിയ പങ്കും ശരിയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും ശരീരത്തിനെയും ഒരുപാട് സ്വാധീനിക്കും. ചിക്കൻ വല്ലപ്പോഴും നമ്മളൊരു 2 മാസത്തിലൊരിക്കലോ 1 മാസത്തിലൊരിക്കലോ കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇത് എന്നും ആകുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലാകുമ്പോൾ നമ്മൾ ബ്രോയിലർ കുട്ടികളെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ ശരീരഘടന ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അമിതമായ വണ്ണം. നമ്മൾ മക്ഡൊണാൾഡ്സിലൊക്കെ വല്ലപ്പോഴും പോകുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയും കൊച്ചു കുട്ടികളെ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളെ ഇത് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. ഈ കുട്ടി വളരുമ്പോഴത്തേനെ ഇവരുടെ ടേസ്റ്റ് ബഡ്സ് ഇതുമായിട്ട് യൂസായി കഴിഞ്ഞു. പിന്നീട് ഈ കുട്ടി ഇതേ കഴിക്കൂ. എൻ്റെ ഒരു സുഹൃത്ത് പറയുണ്ടായി, ഞാൻ ഹൈദരാബാദിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാൻ ചെന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, റഫി, ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് ഹൈദരാബാദിൽ ഒരു 18 ആശുപത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏകദേശം 2200 ആശുപത്രികളാണ് ഉള്ളതെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഒരു വളരെ ഷോക്കിംഗ് ആണ്. നമ്മുടെ ചിന്താഗതി, നമ്മുടെ ആഹാര രീതി, ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം നമ്മുടെ ലൈഫിനെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ 3 വർഷത്തിൽ ഡോക്ടറിനോട് ഒരിക്കൽ മാത്രമേ പോയിട്ടുള്ളൂ. എൻ്റെ സ്കൂട്ടർ ഒരു കാർ വന്ന് ചെറുതായിട്ട് തട്ടി എൻ്റെ ബാക്കിലൊന്ന് വീണു. അതിനൊരു എക്സ്റേ എടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഡോക്ടറിനോട് പോയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഡോക്ടറിനോട് പോയിട്ടില്ല കഴിഞ്ഞ 3 വർഷത്തിൽ. ഇവിടെ പനി ചെറുതായിട്ട് വന്നാൽ ഉടനെ ഓടും. അപ്പോൾ ഇത്
നമ്മുടെ തോട്ട്സ്, അത് നമ്മൾ ഇന്നത്തെ കാലത്ത് ആളുകൾ വിട്ടുപോയിരിക്കുന്ന ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക. ദൈവത്തിനോട് എല്ലാവരും ചോദിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിനോട് നന്ദി പറയുന്ന എത്ര പേരുണ്ട്? നന്ദി മാത്രം പറയുക. സൂഫികൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, അവർ നന്ദി മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടരാണ്. ഈ ഒരു വസ്ത്രത്തിനും ഈ ഒരു ഭക്ഷണത്തിനും ഒരു കൂരയ്ക്കും ഇതിനെല്ലാം നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയും. നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മൾ കൂടുതൽ ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ സഹാനുഭൂതി, ഇതും നമ്മൾക്ക് വ്യക്തികളോട് വേണം. ഫോർഗീവ് ചെയ്യുക. തീർച്ചയായും.